വിജയപ്രവചനം അസാധ്യമായ മണ്ഡലങ്ങൾ കേരളത്തിൽ ഒട്ടേറെ 10 മണ്ഡലങ്ങളിലെങ്കിലും വിജയം ആർക്കൊപ്പമെന്ന് നിർണ്ണയിക്കാനാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. 3 മുന്നണികളും ആശങ്കയുടെ മുൾമുനയിൽ. 10 മണ്ഡലങ്ങളിലെ മുൻതൂക്കം സംസ്ഥാന ഭരണത്തിലേക്ക് വഴി തുറക്കുമെന്നും നിരീക്ഷണം. തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും മാറ്റിവെച്ച് ഒടുവിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. മണ്ഡലങ്ങളിലെ ജയസാധ്യതകൾ വിശകലനം ചെയ്ത് പഴുതടച്ച പ്രവർത്തനങ്ങളുമായി പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. ഇതിനിടയിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കാത്ത ചില മണ്ഡലങ്ങളുമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നണിക്കും വ്യക്തമായി വിജയം പ്രവചിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന 10 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. ഇവിടങ്ങളിലെ വിജയം സംസ്ഥാന ഭരണം ആര് പിടിച്ചെടുക്കുമെന്നതിൽ അതീവ നിർണായകമാണ്. മഞ്ചേശ്വരം, പാലക്കാട്, തൃശൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, വർക്കല, തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നിവയാണ് പ്രവചനമസാധ്യമായ കേരളത്തിലെ പ്രമുഖ മണ്ഡലങ്ങൾ. കാസർകോട്ടെ മഞ്ചേശ്വരം മണ്ഡലം പിടികൊടുക്കാതെ ചാഞ്ചാടി നിൽക്കുന്ന മണ്ഡലമാണ്. BJP, CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രമുഖ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമാണ്. BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് മുൻ മത്സരങ്ങളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം നഷ്ടമായത്. 2016 വെറും 89 വോട്ടുകൾക്കും 2021 855 വോട്ടുകൾക്കുമാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ഇത്തവണ മണ്ഡലത്തിൽ താമര വിരിയിക്കുമെന്ന ഉറപ്പിലാണ് സുരേന്ദ്രൻ. കഴിഞ്ഞ തവണ വിജയിച്ച AKM അഷ്റഫ് തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. KR ജയാനന്ദനാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. 3 മുന്നണികളും വിജയപ്രതീക്ഷയോടെ പ്രചരണ രംഗത്ത് സജീവമാണ്. ആധിപത്യം ഉറപ്പിക്കാൻ കോൺഗ്രസും BJPയും CPMഉം ഒരുപോലെ മത്സര രംഗത്തുള്ള മറ്റൊരു പ്രമുഖ മണ്ഡലമാണ് പാലക്കാട്. ഓരോ തവണയും BJP ശക്തി വർദ്ധിപ്പിച്ചു വരുന്ന ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF ആണ്. മെട്രോമാൻ ശ്രീധരൻ 3859 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിനോട് തോറ്റത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയം UDFനൊപ്പമായിരുന്നു. രാഹുൽ മാങ്കൂട്ടമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ BJPയിലെ ശോഭ സുരേന്ദ്രൻ, UDFിലെ രമേശ് പിഷാരടി, LDFിലെ NMR റസാഖ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 3 കൂട്ടരും ഒരുപോലെ വിജയം അവകാശപ്പെടുന്ന ഇവിടെ ഡീൽ വിവാദവും കത്തിപ്പടരുന്നുണ്ട്. മധ്യ കേരളത്തിലെത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയ പത്മജ വേണുഗോപാലാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. 2024 BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കുണ്ടായത്. എന്നാൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള തൃശൂർ മണ്ഡലം കൈവിട്ട് നൽകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. കവിയും പ്രഭാഷകനും CPI നേതാവുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. കോൺഗ്രസ് നേതാവ് രാജൻ ജെ പല്ലനാണ് UDF സ്ഥാനാർത്ഥി. 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് തൃശൂരിൽ വച്ചുപുലർത്തുന്നത്. പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ മണ്ഡലത്തിൽ പത്മജയ്ക്ക് മേൽക്കൈ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് NDA പ്രവർത്തകർ. ഒരു മുന്നണിക്കും പിടുത്തം നൽകാത്ത പ്രധാന മണ്ഡലമാണ് ആറന്മുള. LDFും UDFും മാറി മാറി വിജയിച്ച പാരമ്പര്യവുമുണ്ട്. 2016 വീണ ജോർജിലൂടെ ആറന്മുള മണ്ഡലം CPM പിടിച്ചെടുത്തു. 2021 അത് നിലനിർത്തുകയും ചെയ്തു. ഇത്തവണയും വീണ ജോർജ് മത്സരരംഗത്തുണ്ട്. UDFിലെ അബിൻ വർക്കി, BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ എന്നിവർ കൂടി രംഗത്തെത്തുന്നതോടെ ഇവിടെയും പ്രചരണത്തിൽ തീ പാറുകയാണ്. മറ്റൊരു പ്രമുഖ മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ഇവിടെ LDFും UDFും തമ്മിൽ മുഖാമുഖ മത്സരമാണ്. ജനകീയ പരിവേഷമുള്ള കോൺഗ്രസിലെ CR മഹേഷാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. CPM നേതാവ് MS താരയാണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA CR മഹേഷും MS താരയും തമ്മിലുള്ള മത്സരത്തിൽ വിജയം ആരോടൊപ്പമാണെന്ന് പ്രവചിക്കാൻ അസാധ്യമായ സാഹചര്യമാണ് ഉള്ളത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം മുൻകൂട്ടി നിർണ്ണയിക്കാനാവില്ല. ഇരു മുന്നണികളെയും മാറി മാറി തുണച്ച പാരമ്പര്യമാണ് തിരുവനന്തപുരത്തിനുള്ളത്. BJP തങ്ങളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു വരുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. CMPയിലെ CP ജോണാണ് UDF സ്ഥാനാർത്ഥി.
സിനിമാ നടൻ സുധീർ കരമനയാണ് LDFിനു വേണ്ടി പടക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. BJP നേതാവ് കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി. വർക്കലയിൽ സിറ്റിംഗ് MLA വി ജോയിയാണ് LDF സ്ഥാനാർത്ഥി. UDFിലെ വർക്കല കഹാറാണ് മുഖ്യ എതിരാളി. ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രമുഖ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. സിറ്റിംഗ് MLA VK പ്രശാന്താണ് LDF സ്ഥാനാർത്ഥി. മുൻ DGP R ശ്രീലേഖയാണ് NDAയ്ക്ക് വേണ്ടി രംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ കൂടി രംഗത്തെത്തിയതോടെ തീപാറും പോരാട്ടമാണ് വട്ടിയൂർക്കാവിൽ നടക്കുക. ചരിത്രം പരിശോധിച്ചാൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നിട്ടുള്ള മണ്ഡലമാണ് നേമം. 2016 O രാജഗോപാലാണ് നേമത്ത് ആദ്യമായി താമര വിരിയിച്ചത്. ഇത്തവണ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. കോൺഗ്രസ് നേതാവ് ശബരിനാഥനാണ് UDF സ്ഥാനാർത്ഥി. മന്ത്രി ശിവൻകുട്ടിയിലൂടെ സിറ്റിംഗ് മണ്ഡലം നിലനിർത്താനുള്ള കഠിനാധ്വാനത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. ഈ മണ്ഡലങ്ങളിലെ വിജയസൂചികകൾക്ക് അനുസൃതമായിട്ടാണ് സംസ്ഥാന ഭരണം ആരോടൊപ്പമാകും എന്ന് നിർണയിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് പൊതുവെയുള്ള ജനവികാരം ഈ മണ്ഡലങ്ങളിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നതിനാൽ ഇവിടങ്ങളിലെ വിധി എഴുത്തിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉള്ളത്.